ഹായ്, ദിസ് ഈസ് എ വീക്ക് ഓഫ് ഡിന്നേഴ്സ്. മൺഡേ നമ്മൾ ഉണ്ടാക്കിയത് ഈ ഷവായി ചിക്കൻ ആയിരുന്നു. ഇറ്റ് ടേൺ ഔട്ട് സോ ഗുഡ്. ഇതാണ് എൻ്റെ മസാല. എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഗോതമ്പ് പൊടിയുടെ കുബൂസാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ കുബൂസൊക്കെ ചുട്ടെടുക്കുകയാണ്. പിന്നെ മസാല നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചത് കുറച്ച് എണ്ണയിലൊന്ന് സോട്ടേ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് എയർ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ അതിലേക്ക് ചേർത്തിട്ടൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈയും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി അടുത്ത ദിവസം ട്യൂസ്ഡേ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് റൈസാണ്. ഗീ റൈസൊക്കെ പോലെ കുറച്ച് സ്പൈസസ്, പിന്നെ സവാളയൊക്കെ നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ സോട്ടേ കുറച്ച് നീണ്ടുപോയി ഗൈസ്. ഓക്കെ, റൈസ് ചേർത്ത് അതിലേക്ക് ഇരട്ടി വെള്ളം, ദാറ്റ് ഈസ് 1 കപ്പാണെങ്കിൽ 2 കപ്സ് വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് അടച്ചു വെച്ചു. ഇനി ഇടയ്ക്ക് തുറന്ന് നോക്കാം, ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കി കറക്റ്റ് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. തടുക്കയൊക്കെ റെഡിയാക്കി അതിലേക്ക് ദാൽ ഒഴിച്ചു. ഓക്കെ, വേവിച്ച് വെച്ച് ദാൽ ഒഴിച്ചു. നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ പോവാം. റൈസും ദാൽ കറിയും, പിന്നെ കുറച്ച് കേർഡ്, പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ എയർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിൻ്റെ ഈ മീലിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ, ദാറ്റ് ഇസ് വെനസ്ഡേ, നമ്മൾ കഴിക്കുന്നത് പനീർ പറാത്തയാണ്, സ്റ്റഫ്ഡ് പറാത്ത. അപ്പോൾ നമ്മൾ സാധാ ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ പനീർ സ്റ്റഫ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ നന്നായി പരത്തി എടുത്തിട്ട് സാധാ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ പാനിൽ ചുട്ടെടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കേർഡോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. ഇത് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മീലായിരിക്കും. ജസ്റ്റ് വാട്ടർമെലൺ മാത്രമാണ് ഇന്നത്തെ ദിവസം നമ്മൾ പറാത്തയുടെ കൂടെ സെർവ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത തേഴ്സ്ഡേ ആയി. ഇതാണ് എൻ്റെ ഈ വീക്കിലെ ഏറ്റവും ഫേവറേറ്റ് മീൽ, കാരണം ബീഫ് കറി ആയിരുന്നു. പക്ഷേ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചോറും ബീഫ് കറിയും അച്ചിങ്ങയൊക്കെ ആയിരുന്നു അന്ന്. പിന്നെ അടുത്ത ദിവസം ഫ്രൈഡേ നമ്മൾ ദോശയായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ദോശ പാളിപ്പോയി, പക്ഷെ ഒരു ദോശ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശയും പിന്നെന്താ 2 ടൈപ്പ് ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയും പിന്നെ തക്കാളി ചമ്മന്തിയും കൂടെ 2 മുട്ടയും ഒക്കെ ആയിരുന്നു ഇന്ന് കഴിച്ചത്. ഇനി സാറ്റർഡേ ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ഈ പരിപാടി പതുക്കെ ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ബീഫ് ബർഗറാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഈസിയുമായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു.